തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ CPIM-ൽ അരങ്ങേറുന്നത് അസാധാരണ സംഭവ വികാസങ്ങളാണ്. ഇന്നലെ രാവിലെ ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗം അർദ്ധരാത്രി വരെ നീണ്ടത്. നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്ന വിമർശനം ലക്ഷ്യം വെക്കുന്നത് പാർട്ടി സെക്രട്ടറിയെയും പിണറായി വിജയനെയും തന്നെയാണ്. പറ്റിയ തെറ്റുകൾ തിരുത്തുമെന്ന പാർട്ടി പ്രഖ്യാപനം ഏതറ്റം വരെയും പോകാം. അർജുൻ രാജ് നമുക്കിപ്പം വിശകലനങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, ഗുഡ് മോർണിംഗ്. പറഞ്ഞ പോലെ 13 മണിക്കൂർ നീണ്ടു നിന്ന സെക്രട്ടേറിയറ്റ് യോഗമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. പാർട്ടിയുടെ അടിത്തറ നഷ്ടപ്പെട്ടു എന്ന പൊതുവികാരം നേതാക്കൾ പറയുന്നു. ഒപ്പം പാർട്ടി നേതൃത്വത്തിനെതിരായ വിമർശനവും അവർ പുറത്തുവിടുന്നു. അതും ഈ വോട്ട് കണക്ക് എവിടെയൊക്കെ ചോർന്നു, എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കണക്കുകളൊക്കെയും നേതാക്കൾ അവതരിപ്പിച്ചു. അതായത് ഒരു നേതൃത്വത്തിന്റെ വിലയിരുത്തൽ എന്നതിനപ്പുറം ആഴത്തിൽ പരിശോധന വേണം, എന്ത് പറ്റി എന്ന് മനസ്സിലാക്കിയേ മതിയാവുകയുള്ളൂ എന്ന നിലപാട് പല നേതാക്കളും, അതായത് മന്ത്രിമാർ അടക്കം, മുൻ മന്ത്രിമാരായിരുന്ന ആളുകൾ അടക്കം എടുത്തു എന്ന വാർത്തകളൊക്കെ പുറത്തു വരികയാണ്. എന്താണ് പൊതുവെ ഈ തോൽവിയിലെ CPIM വിലയിരുത്തൽ? പാർട്ടിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് അർജുൻ? സേതു, അസാധാരണമായിട്ടുള്ള സംഭവ വികാസങ്ങൾ എന്ന് പറയുമ്പോൾ മുൻപൊക്കെ പാർട്ടി സെക്രട്ടേറിയറ്റ് ചേരുന്ന ഘട്ടത്തിൽ പോലും ഉച്ചയ്ക്ക് ശേഷമൊക്കെ അങ്ങനെ സാധാരണ സെക്രട്ടേറിയറ്റ് ചേരാറില്ല. അങ്ങനെയാണെങ്കിൽ പോലും വൈകുന്നേരത്തിന് മുൻപ് അത് തീരുകയും ചെയ്യും. പക്ഷേ ഇന്നലെ സേതു പറഞ്ഞതുപോലെ തന്നെ 13 മണിക്കൂറാണ് സെക്രട്ടേറിയറ്റ് നീണ്ടുപോയത്. CPIM-ന്റെ പരാജയത്തിന്റെ ആഴം മനസ്സിലാക്കാൻ കഴിയുന്ന ദൈർഘ്യമാണ് ആ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ഉണ്ടായിട്ടുള്ളത്. മുൻകാലങ്ങളിൽ CPIM തോൽക്കുന്ന ഘട്ടത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കും എന്നുള്ളതായിരുന്നു പരിപാടി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരിച്ചടിക്ക് പിന്നാലെ CPIM-ന്റെ തീരുമാനം നമുക്കറിയാം. എല്ലാ വീടുകളിലും കയറി ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ ചോദ്യാവലി തയ്യാറാക്കിയ പാർട്ടിയാണ് CPIM. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അതല്ല സ്ഥിതി. തെരഞ്ഞെടുപ്പിലെ തോൽവി പഠിക്കാൻ CPIM പോകുന്നത് പാർട്ടി അംഗങ്ങൾക്കിടയിലേക്കാണ്. ബ്രാഞ്ച് തൊട്ട് ഉള്ള മേൽഘടകങ്ങളിലെ സഖാക്കളെ കേട്ടുകൊണ്ട് പഠിക്കാൻ തുടങ്ങുകയാണ് പാർട്ടി. നിർഭയമായി പാർട്ടി അംഗങ്ങൾക്ക് CPIM-നോട് പറയാനുള്ള കാര്യങ്ങൾ പറയാം എന്ന് പറയുക വഴി പാർട്ടി അംഗങ്ങൾക്ക് നേതൃത്വത്തോട്, പിണറായി വിജയനോടൊക്കെ കടുത്ത വിമർശനം ഉണ്ട് എന്നുള്ളത് അംഗീകരിക്കുക കൂടിയാണ് CPIM ചെയ്തിട്ടുള്ളത്. ആ വിമർശനത്തിന്റെ ചൂട് അറിയണമെങ്കിൽ നമ്മൾ MV ഗോവിന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഉള്ള കമന്റുകൾ ശ്രദ്ധിച്ചാൽ മതി. അവിടെ പാർട്ടി സെക്രട്ടറി പദവി ഒഴിയണം, തെരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് കാരണം താങ്കളാണ് എന്നതുൾപ്പെടെയുള്ള കടുത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി. ഇതേ വിമർശനം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനോടും പാർട്ടി അംഗങ്ങൾക്ക് ഉണ്ട്. അതായത് തിരുത്തപ്പെടേണ്ടത്, തെറ്റുപറ്റിയത് പാർട്ടി നേതൃത്വത്തിനും അതിലെ നേതാക്കൾക്കും ആണ് എന്ന് ആണ് CPIM-ലെ അടിത്തട്ടിലെ ഒരു വികാരം. അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് CPIM എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നിർഭയമായി പാർട്ടി അംഗങ്ങൾക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള ഒരു അവസരം CPIM ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ ഈ രീതിയിൽ, അതായത് സമാനതകളില്ലാതെ നേതൃത്വത്തോടുള്ള കടുത്ത വിമർശനങ്ങൾ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനോടും പാർട്ടി സെക്രട്ടറിയോടും ഒക്കെ വലിയ വിമർശനങ്ങൾ അവരുടെ ശൈലിയോടും അവരുടെ നിലപാടുകളോടും ഒക്കെ അംഗങ്ങൾക്ക് ഉണ്ട്. അത് പ്രകടമാകുന്ന യോഗങ്ങളായിരിക്കും വരാൻ പോകുന്നത്. ആ ഒരു തെറ്റ് പറയാനുള്ള, അല്ലെങ്കിൽ അത്തരം അഭിപ്രായങ്ങളെ CPIM എങ്ങനെയായിരിക്കും പരിഗണിക്കുക, അത് മുഖവിലക്കെടുത്തുകൊണ്ട് തിരുത്താൻ തയ്യാറാകുമോ എന്നുള്ളതായിരിക്കും CPIM-നും നിർണായകമാകാൻ പോകുന്നത്. നിശ്ചയമായും അർജുൻ പറഞ്ഞതുപോലെ നേതാക്കളൊക്കെ അല്ലെങ്കിൽ അംഗങ്ങളൊക്കെയും അടിത്തട്ടിൽ പാർട്ടിക്ക് തെറ്റുപറ്റി, അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ നടന്നില്ല എന്ന വിലയിരുത്തലുകൾ നടത്തുകയാണ്. പാർട്ടിക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല. ഇതിനൊപ്പമാണ് പ്രതിപക്ഷ നേതാവിനെ ഇതുവരെയും തിരഞ്ഞെടുക്കാത്തൊരു പ്രതിസന്ധിയും പാർട്ടി നേരിടുന്നത്.